പല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ജയലാൽ എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു. ജയൻ, സോമൻ, സുകുമാരൻ, വിൻസെന്റ്, അതുപോലെ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം. കാരണം മമ്മൂട്ടി, മോഹൻലാൽ വന്ന ശേഷം സോമനും സുകുമാരനും വിൻസെന്റും പിന്നോട്ട് പോയല്ല. അതുപോലെ ജയൻ അങ്ങനെ ആവുമായിരുന്നോ, അല്ല ജയൻ ഉള്ളത് കൊണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനും ചാൻസ് കിട്ടാതിരിക്കുമോ എന്നാണ് പുള്ളി ചോദിച്ചിരിക്കുന്നത്. എൻ്റെ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മമ്മൂട്ടി മോഹൻലാലും വന്നതുകൊണ്ട് ജയന് തകരാറൊന്നും വരില്ല. സോമൻ, സുകുമാരൻ, വിൻസെന്റിന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻസെന്റ് ജയൻ വന്ന ശേഷം പിന്നോട്ട് വരും. മമ്മൂട്ടി മോഹൻലാലും കാരണമല്ല വിൻസെന്റിന് ചാൻസ് പറഞ്ഞത്. ജയന്റെ സാന്നിധ്യം ജയൻ പിന്നെ സ്റ്റാറായ ശേഷമാണ് വിൻസെന്റ് പിന്നോട്ട് പോയത്. അതിനു മുമ്പ് വിൻസെന്റാണ് ആക്ഷൻ ഹീറോ. അപ്പോൾ വിൻസെന്റിന്റെ കാര്യം അങ്ങനെ നമുക്ക് കണക്കൂട്ടും. സോമനും സുകുമാരനും ഔട്ടാകാൻ കാരണോ പിന്നോട്ട് പോകാൻ കാരണം മമ്മൂട്ടി മോഹൻലാലും വന്ന ശേഷം മമ്മൂട്ടി മോഹൻലാലും കുറച്ചും കൂടി ഏജ് കുറഞ്ഞാണ് ഇവരെക്കാളും. പിന്നെ സമാന്തര സിനിമകൾ കൂടുതൽ ഇറങ്ങാൻ തുടങ്ങി. ബാലചന്ദ്രൻ മേനോൻ, പ്രിയദർശൻ, അതുപോലെ ഭാരതം, പത്മരാജ് ഇവരൊക്കെ വന്നതിന് ശേഷം പിന്നെ അവരുടെ പടത്തിൽ മമ്മൂട്ടി മോഹൻലാൽ അഭിനയിക്കാൻ തുടങ്ങിയത്. ആ സമയത്താണ് സോമനും സുകുമാരനും കുറച്ച് പിന്നോട്ട് പോയത്. പിന്നെ ജയൻ, മമ്മൂട്ടി മോഹൻലാലും വന്നുകൊണ്ട് പിന്നോട്ട് പോകില്ല. പക്ഷേ ജയൻ പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ സമാന്തര സിനിമ വന്നതോടുകൂടി ജയനും പിന്നോട്ട് പോകും. കാരണം ജയന് മെയിനായിട്ട് ആക്ഷൻ എന്നാണല്ലോ. അപ്പോൾ ആക്ഷൻ സിനിമയുടെ കാലം കഴിഞ്ഞ് മമ്മൂട്ടി മോഹൻലാൽ വരുമ്പോഴത്തേക്ക് 82, 83 ആകുമ്പോഴത്തേക്ക് പിന്നെ ആക്ഷൻ ഫിലിമിന് ജനങ്ങൾക്ക് അത്ര താല്പര്യമില്ല. പിന്നെ വരുന്നത് ഭരതൻ്റെയും പത്മരാജിൻ്റെയും KG ജോർജിൻ്റെയും പഞ്ചവടിപ്പാലവും മറ്റേ യവനിക അങ്ങനെയുള്ള പടങ്ങളെല്ലാം ഇറങ്ങാൻ തുടങ്ങി. പത്മരാജൻ്റെ കുറേ ദേശാടന, കിളികരയാറില്ല അങ്ങനെല്ലാം മറ്റു കുറേ പടം, ബാലചന്ദ്രൻ്റെ കുറേ പിന്നെ താരാട്ട്, കാര്യം നിസ്സാരം അങ്ങനെയുള്ള മറ്റു കുറേ പടം, കുടുംബകഥകൾ വരാൻ തുടങ്ങി. പിന്നെ പ്രിയദർശൻ്റെ പടത്തിലൊന്നും ജയൻ അഭിനയിക്കാൻ സാധ്യതയില്ല. ജയൻ അഭിനയിക്കാൻ സാധ്യതയില്ലാത്ത സംവിധായകനാണ് പ്രിയദർശൻ. പ്രിയദർശൻ്റെ കോമഡി പടത്തിന് ജയൻ ആവശ്യമില്ല. ചെറുപ്പക്കാരെ ലവ് സ്റ്റോറി ഇതല്ലേ. പിന്നെ അതുപോലെ ഭരതം, പത്മരാജൻ്റെ പടത്തിൽ ജയന് അങ്ങനെയുള്ള പടത്തിൽ അഭിനയിക്കുന്നതുകൊണ്ട് തയ്യാറൊന്നുമില്ല. പക്ഷെ എന്നാലും മോഹൻലാലൊന്നും അഭിനയിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഒന്നാമത് ഏജിൻ്റെ പ്രശ്നം. ജയന് അപ്പോഴത്തേക്ക് 43 വയസ്സാവും. ഇവർ